Good morning students. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് curve surveyingലെ ലാസ്റ്റ് പോർഷൻ ആണ്. ഓക്കേ. ഇതിൽ നമുക്ക് വരുന്നത് റിവേഴ്സ് കർവിനെ പറ്റി പഠിക്കാനുണ്ട്, ട്രാൻസിഷൻ കർവിനെ പറ്റി പഠിക്കാനുണ്ട്, വെർട്ടിക്കൽ കർവ്സിനെ പറ്റി പഠിക്കാനുണ്ട്. ഇത് മൂന്നും നിങ്ങൾക്ക് ജസ്റ്റ് തിയറി മാത്രമേ പഠിക്കാനുണ്ടാവുള്ളൂ, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ പഠിക്കാനുണ്ടാവുള്ളൂ. അതോടെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനുണ്ടാവില്ല, അതുകൂടാതെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. ഇതുവരെയുള്ള മുമ്പേയുള്ള ക്ലാസ് വരെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുള്ളൂ. ഇതാണ് നമ്മളുടെ കർവ് സർവേയിങ്ങിലുള്ള ലാസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത്. സോ ഇതൊക്കെ ചിലപ്പോൾ ഒരു 5 മാർക്സിനൊക്കെ പാർട്ട് എ സെക്ഷൻ്റെ അതൊക്കെ ചോദിക്കാം ചാൻസ് ഉണ്ട്. എക്സ്പ്ലെയിൻ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ റിവേഴ്സ് കർവ് എന്നൊക്കെ ചോദിക്കാം. സോ ഒരു 5 മാർക്സിനുള്ള രീതിയിൽ നമ്മൾ പഠിക്കാം. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫിഗറിന്, ഇതിൻ്റെ ഓരോ ഫിഗറിനും നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം ഫിഗർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. കർവ്സിൻ്റെ ഫുൾ മൊഡ്യൂളിൽ അതാണ് ഇമ്പോർട്ടൻറ്റ്. ഫിഗർ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക എന്താണെങ്കിലും. ഓക്കെ, ആ ഫിഗറിനാണ് അതിൽ ഇമ്പോർട്ടൻ്റ്. അതിൻ്റെ ഒരു ടേംസ് കൊടുക്കുക, പിന്നെ അത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് മറന്നു പോകരുത് ഫിഗർ വരയ്ക്കാൻ. ഓക്കെ, ഫിഗർ വരച്ചിട്ടില്ലെങ്കിൽ അതിലാണ് മാർക്ക് പോവുക. സോ കർവ്സിൽ ഫുള്ളായിട്ട് നിങ്ങൾ മാക്സിമം ഫിഗർ വരയ്ക്കാൻ നോക്കുക. ഓക്കെ, എന്താണ് റിവേഴ്സ് കർവ് എന്ന് നോക്കാം. റിവേഴ്സ് കർവ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മുമ്പേ. 2 കർവ്സിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കണ്ട ഒരു കർവ് ഇങ്ങനെ വരുന്നു, ഇങ്ങനെ എസ് ഷേപ്പിൽ ഇങ്ങനെ പോകുന്നു. ഈ റിവേഴ്സ് കർവിൻ്റെ പ്രത്യേകത എന്താണ്? രണ്ടും 2 ഒറിജിൻ പോയിന്റ്സ് ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ഒന്ന് O1 എന്നുള്ള ഒരു ഒറിജിനും ഉണ്ടാവും, O2 എന്നുള്ള വേറെ ഒറിജിനും ഉണ്ടാവും. ഈ ഒരു കർവ് കണ്ടില്ല, T1 to E വരെ ഉള്ളത് ഒരു കർവ്, E to T2 വരെ ഉള്ളത് വേറൊരു കർവ്. ഈ 2 ഇതിനെ ഒരുമിച്ച് പറയുന്നതാണ് റിവേഴ്സ് കർവ് എന്നുള്ളത്. ഓക്കെ, അപ്പം നമ്മളിതിന് മുമ്പേ കുറച്ച് കർവ്സ് പഠിച്ചു അല്ലേ. സിമ്പിളും കോമ്പൗണ്ട് റിവേഴ്സ് കർവ്സ് ഒക്കെ പഠിക്കുന്നുണ്ട്. സോ അതാണ് എസ് ഷേപ്പിൽ വരുന്ന ഒരു കർവാണ്. 2 ഡിഫറെൻറ്റ് ഒറിജിൻസ് ഉണ്ടാവും. അതാണ് മെയിൻ ഇതിൻ്റെ എക്സ്ട്രാ എന്ന് പറയാനുള്ളത്. സോ ഇത് നമ്മൾ എങ്ങനെ വരയ്ക്കാന്ന് വെച്ചാൽ, അതിന് മുമ്പേ എന്താ റിവേഴ്സ് കർവ് എന്ന് പറയുന്നത്? റിവേഴ്സ് കർവ് കൺസിസ്റ്റ് ഓഫ് 2 സിമ്പിൾ കർവ്സ് ഓഫ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. രണ്ടും എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള കർവ്സ് ആണ്. ഓക്കെ, ദാറ്റ് ജോയിനിങ് എ കോമൺ ടാൻജന്റ് പോയിന്റ്, ദാറ്റ് ഇസ് നോൺ ആസ് റിവേഴ്സ് കർവ്. ദാറ്റ് ഇസ് പോയിന്റ് ഓഫ് റിവേഴ്സ് കർവ് PRC. PRC എന്ന് പറയുന്നത് 2 കർവും ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള 2 കർവും മീറ്റ് ചെയ്യുന്ന സെൻറ്റർ പോയിന്റിനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് റിവേഴ്സ് കർവേച്ചർ എന്ന് പറയുന്നത്, PRC. ഓക്കെ, ഇവിടെ ഒരു കർവ് വരുന്നു, അവിടുന്ന് വേറൊരു കർവ് ഡയറക്ഷൻ മാറിപ്പോകുന്നു. സോ അതിൻ്റെ സെൻറ്റർ പോയിന്റ്. ഓക്കെ, ഇത് പിന്നെ എവിടേക്കാണ് യൂസ് ചെയ്യാമെന്ന് ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ട്. സോ എവിടേക്കാണ് യൂസ് ചെയ്യുക? അത് മൗണ്ടൈനസ് കൺട്രീസിലൊക്കെ അത് യൂസ് ചെയ്യും. പിന്നെ ഇൻ ദ ലേ ഔട്ട് ഓഫ് റെയിൽവേ ട്രാക്സ് ആൻഡ് ക്രോസ് ഓവേഴ്സിലൊക്കെ നമ്മളിത് യൂസ് ചെയ്യും. റെയിൽവേ റിവേഴ്സ് കർവ് ഷുഡ് ബി അവോയ്ഡഡ് ഓൺ ഹൈവേസിലൊക്കെ ഈ റിവേഴ്സ് കർവ്സ് യൂസ് ചെയ്യുന്നത് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെ ഇതെങ്ങനെ വരയ്ക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാം. T1 T2 പോയിന്റ് എന്താണെന്ന് അറിയാലോ. നമ്മൾ പോയിന്റ് ഓഫ് കർവേച്ചറും ഉണ്ട്, പോയിന്റ് ഓഫ് ടാൻജൻസിയും ഉണ്ട്. അതും ഈ കർവിൻ്റെ സാധാരണ ഉള്ള പോലെ തന്നെ പോയിന്റ് ഓഫ് കർവേച്ചറും ഉണ്ട്, പോയിന്റ് ഓഫ് ടാൻജൻസിയും ഉണ്ട്. പിന്നെ ഇവിടെ ഒരു റിയർ ടാൻജൻറ്റ് വരുന്നുണ്ട് അല്ലേ. മറ്റേ കർവ്സിനൊക്കെ റിയർ ടാൻജൻറ്റ് വന്നിട്ട് ഒരു എക്സ്റ്റേണൽ വരുന്ന ആംഗിളാണ് ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത്. ഇവിടെ 2 റിയർ ടാൻജൻസ് ഇങ്ങനെ ജോയിൻ ചെയ്യുന്നു, എന്നിട്ട് ഉള്ളിൽ വരുന്ന ആംഗിളാണ് എന്ത്? ടോട്ടൽ ഡിഫ്ലക്ഷൻ ആംഗിൾ. പിന്നെ അവിടെ T1 മാർക്ക് ചെയ്തു, T2 മാർക്ക് ചെയ്തു, പിന്നെ സെൻറ്ററിൽ നമുക്കൊരു E മാർക്ക് ചെയ്യാം. E മാർക്ക് ചെയ്യുമ്പം നമുക്ക് സെൻറ്റർ പോയിന്റിൽ 2 ഡിഫറെൻറ്റ് ഒറിജിൻ വരും. O1 മാർക്ക് ചെയ്യുക, O2 മാർക്ക് ചെയ്യുക. ഇത്രയാണ് ബേസിക് ആയിട്ട് മാർക്ക് ചെയ്യേണ്ടത്. പിന്നെ ഇതിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പോയിന്റിൻ്റെ അവിടുന്ന് നമ്മളൊരു വേറൊരു ടാൻജൻ വരയ്ക്കുന്നു. ഈ പോയിന്റിൽ നിന്ന് ഒന്ന് പുറത്തേക്കും ഒന്ന് അകത്തേക്കും ആയിട്ട് നമ്മളൊരു ടാൻജൻ ലൈൻ വരച്ചു. ആ ടാൻജൻറ്റിൽ നമ്മൾ ക്യാപിറ്റൽ B ക്യാപിറ്റൽ D എന്ന് മാർക്ക് ചെയ്തു. ഈ ആംഗിൾ B ഉള്ള ആംഗിൾ Δ1, Dയിലുള്ള ആംഗിൾ Δ2 എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, പിന്നെ എന്താ വരുന്നത്? നമുക്ക് T1ഉം T2ഉം തമ്മിൽ വേറൊരു ആംഗിളും കൂടി വരുന്നുണ്ട്, സ്മോൾ Δ1 സ്മോൾ Δ2. സോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ എന്താണ്? റേഡിയസ് R2 വരുന്നുണ്ട്, R1 വരുന്നുണ്ട്. സ്മോൾ കർവിന് R1, വലിയ കർവിന് R2. ഇത്രയാണ് ഈ റിവേഴ്സ് കർവ് വരയ്ക്കുമ്പോൾ നിങ്ങൾ മാർക്ക് ചെയ്യേണ്ട പോയിന്റ്. AC എന്ന് പറയുന്നത് 2 റിയർ ടാൻജൻസ് ആണ്. ഓക്കെ, പിന്നെ ഒരു ടോട്ടൽ ഡിഫ്ലക്ഷൻ വരുന്നുണ്ട്, അത് മാർക്ക് ചെയ്യുക. ഇതാണ് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. ഓക്കെ, PI. പിന്നെ എന്താണ്? T1 T2 മാർക്ക് ചെയ്യുക, PC മാർക്ക് ചെയ്യുക, PT മാർക്ക് ചെയ്യുക.
പിന്നെ ഈ പോയിന്റ് സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്യുക. പിന്നെ ഈ പോയിന്റിൽ നിന്ന് കണക്ട് ചെയ്യുന്ന ടാൻജൻറ്റ് BD ആണെന്ന് പറയാം. അവിടെ 2 ആംഗിൾ വരും, Δ1 Δ2. പിന്നെ T1 ഉം T2 ഉം കണക്ട് ചെയ്യുന്ന ടാൻജൻറ്റിന് നമ്മൾ സ്മോൾ Δ1 സ്മോൾ Δ2 2 ആംഗിൾ വരുന്നു പറയും. ഇത്രയും വരയ്ക്കുക. എന്നിട്ട് ഓരോന്ന് എന്താണെന്ന് എഴുതാം. പിന്നെ നമുക്കിവിടെ ഒരു റിലേഷൻ വരുന്നത് എന്താണ്? Δ1 മൈനസ് സ്മോൾ Δ1 ഈക്വൽ ടു Δ2 മൈനസ് small Δ2, that is total deflection angle minus tangential angle equal to small deflection angle minus tangential angle. ഇത് മാർക്ക് ചെയ്യുക. ഈ റിലേഷൻ എഴുതുക. T1 T2 ഈക്വൽ ടു R1 സൈൻ Δ1 പ്ലസ് R2 സൈൻ Δ2 പ്ലസ് R1 പ്ലസ് R2 സൈൻ Δ2 മൈനസ് സ്മോൾ Δ2. ഇതും കൂടി എഴുതുക. ഇത്രയാണ് റിവേഴ്സ് കർവിൽ നമുക്ക് പഠിക്കാനുള്ളത്. ജസ്റ്റ് റിവേഴ്സ് കർവ് എന്താണെന്ന് എഴുതുക. പിന്നെ ഇതിൻ്റെ ഫിഗർ വരയ്ക്കുക. ഓരോ ടേംസ് എന്താണെന്ന് എഴുതുക. ഓക്കെ. അടുത്തത് ട്രാൻസിഷൻ കർവ്. ട്രാൻസിഷൻ കർവ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. ഓക്കെ, സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് നമ്മളൊരു സർക്കുലർ കർവിലേക്ക് പോവുകയാണ്. സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് സർക്കുലർ കർവിലേക്ക് പോകുന്നതിൻ്റെ മുമ്പേ സ്ട്രെയിറ്റ് ലൈനും സർക്കുലർ കർവും തമ്മിൽ ചെറിയൊരു കർവ്, വേറൊരു പുതിയൊരു കർവ് കണക്ഷൻ ഉണ്ടാവും. ഒരു സ്ട്രെയിറ്റ് റോഡിൽ നിന്ന് നമ്മൾ പുതിയൊരു സർക്കുലർ കർവിലേക്ക് പോകുമ്പം അതിൻ്റെ മുമ്പേ ചെറിയൊരു കർവ് വരും. ആ ഒരു കർവിന് നമ്മൾ പറയുന്ന പേരാണ് ട്രാൻസിഷൻ കർവ് എന്നുള്ളത്. ഈ ഒരു ഫിഗറിൽ ഇതാണ് ട്രാൻസിഷൻ കർവ് എന്ന് പറയുന്നത്. കാരണം ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടാവും. സ്ട്രെയിറ്റ് എന്ന് നമ്മളൊരു ചെറിയ കർവ് എടുത്തിട്ടാണ് സർക്കുലർ കർവിലേക്ക് പോകുന്നത്. അതാണ് ട്രാൻസിഷൻ കർവ്. സോ ട്രാൻസിഷൻ കർവ് ഇസ് എ കർവ് ഓഫ് വേരിയിങ് റേഡിയസ് ഇൻട്രൊഡ്യൂസ്ഡ് ബിറ്റ്വീൻ എ സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് എ സർക്കുലർ കർവ്. ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെയും സർക്കുലർ കർവിൻ്റെയും ഇൻ ബിറ്റ്വീൻ ഉള്ള ഒരു കർവിനെയാണ് നമ്മൾ ട്രാൻസിഷൻ കർവ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് വെച്ചാൽ, ടു അക്കംപ്ലിഷ് ഗ്രാജുവലി ദ ട്രാൻസിഷൻ ഫ്രം ടാൻജൻറ്റ് ടു എ സർക്കുലർ സോ ദാറ്റ് ദി കർവേച്ചർ ഇസ് ഗ്രാജുവലി ഇൻക്രീസ്ഡ്. എന്ന് വെച്ചാൽ എന്താ, ഒരു സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് പതുക്കെ ചെറിയൊരു ഗ്രാജുവൽ ഇൻക്രീസ്, ഒരു ചെറിയൊരു കർവ് കൊടുത്തിട്ട് പിന്നെ നേരെ സർക്കുലർ കർവിലേക്ക് പോകുന്നു. അതേപോലെ ടു ഗ്രാജുവലി ഇൻട്രൊഡ്യൂസ് സൂപ്പർ എലിവേഷൻ. സൂപ്പർ എലിവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ റോഡിൻ്റെ അകത്ത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാവും. ആ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ ഇഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സൂപ്പർ എലിവേഷൻ കൊടുക്കും. ഈ ആക്സിഡൻസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സൂപ്പർ എലിവേഷൻ കൊടുക്കും. സോ അതിൻ്റെ ഒരു ഗ്രാജുവലി ഇൻട്രൊഡ്യൂസ് ചെയ്യും നമ്മൾ ഈ ട്രാൻസിഷൻ കർവിൻ്റെ അകത്ത്. പിന്നെന്താണ്, വെഹിക്കിൾസ് എല്ലാം കർവിലൂടെ സ്മൂത്ത് ആയിട്ട് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് ഇങ്ങനെ ഒരു കർവിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ല. സോ ഒരു സ്ട്രെയിറ്റ് റോഡ്, കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രെയിറ്റ് റോഡ് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു സർക്കുലർ കർവിലേക്ക് തിരിയണമെങ്കിൽ അവിടെ ചെറിയൊരു കർവ് വേറെ പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ പേരാണ് മെയിനായിട്ട് ട്രാൻസിഷൻ കർവ് എന്ന് ഓർത്ത് വയ്ക്കാം. പിന്നെന്താണ്, ടു മിനിമൈസ് ദി സഡൻ എഫക്റ്റ് ഓഫ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ സഡൻ ഇഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ട്രാൻസിഷൻ കർവ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കുറച്ച് റിക്വയർമെൻറ്റ്സ്. ഇറ്റ് ഷുഡ് ബി ടാൻജൻഷ്യൽ ടു ദ സ്ട്രെയിറ്റ് എന്നായിരിക്കണം വരുന്നുണ്ടാവുക. ഒരു സർക്കുലർ കർവിനെ മീറ്റ് ചെയ്യണം. സ്ട്രെയിറ്റ് എന്ന് സർക്കുലർ കർവിനെ കറക്റ്റായിട്ട് മീറ്റ് ചെയ്യണം. അങ്ങനെയുള്ള കർവിനെ മാത്രമേ നമ്മൾ ട്രാൻസിഷൻ കർവ് എന്ന് വിളിക്കുള്ളൂ. അങ്ങനെ കുറച്ച് തിയറി പോർഷൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ അതൊക്കെ വായിച്ച് മനസ്സിലാക്കാം. മെയിനായിട്ട് എന്താണ്, ഒരു സ്ട്രെയിറ്റ് നിന്ന് സർക്കുലർ കർവിനെ കണക്ട് ചെയ്യുന്ന ഒരു ചെറിയ പോർഷനാണ് ട്രാൻസിഷൻ കർവ് എന്നുള്ളത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ എലമെൻറ്റ്സ് നോക്കുക. ഇവിടെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു കർവ് വരയ്ക്കുക. ആദ്യം വലിയൊരു കർവ് വരയ്ക്കുക. അതിനെ നമ്മൾ ഇവിടെ ഡോട്ടഡ് ലൈന് കണ്ടോ, TD2 എന്ന് പറഞ്ഞിട്ടൊരു ഡോട്ടഡ് ലൈന് നമ്മൾ മാർക്ക് ചെയ്യുക. ഈ ഒരു ലൈന്, ടോട്ടൽ എക്സ് ലൈനെ നമ്മൾ വിളിക്കുന്ന പേര് ഒറിജിൻ ടാൻജൻറ്റ് എന്നാണ്. ഒറിജിൻ ടാൻജൻറ്റ്. അതേപോലെ നമ്മൾ ഇവിടെ നിന്നൊരു കർവ് പോകുന്നു. ഇവിടെ D പോയിന്റ് മാർക്ക് ചെയ്യുന്നു. TDനെ നമ്മൾ എന്താ പറയുക, D എന്ന് പറഞ്ഞ എൻഡ് ഓഫ് ട്രാൻസിഷൻ കർവ്. ഇവിടെ നിന്ന് നമ്മളൊരു സ്ട്രെയിറ്റ് നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ ട്രാൻസിഷൻ കർവ് എൻഡ് ചെയ്യുന്ന പോയിൻ്റാണ് D. അപ്പോൾ D കഴിഞ്ഞാൽ എന്തായിരിക്കും, ഒരു സർക്കുലർ കർവ് ആയിരിക്കും. ഓക്കെ, TD എന്ന് പറയുന്നതാണ് ട്രാൻസിഷൻ കർവ്. ഓക്കെ, ഒരു സ്ട്രെയിറ്റ് നിന്ന് വന്നിട്ട് നേരെ ഡിയിൽ എൻഡ് ചെയ്യും. ഇതോടെ ട്രാൻസിഷൻ കർവ് കഴിയും. D കഴിഞ്ഞിട്ട് എന്താ വരിക, സർക്കുലർ കർവ് ആണ് വരിക എന്ന് ഓർത്ത് വയ്ക്കാം. പിന്നെ D1 എന്ന് പറയുന്നത് ഒരു ആംഗിളാണ്. ദാറ്റ് ഇസ് ടാൻജൻറ്റ് കോമൺ ടു ട്രാൻസിഷൻ കർവും സർക്കുലർ കർവും. സർക്കുലർ കർവിനും ഇതേ ടാൻജൻ്റ് ആയിരിക്കും. അടുത്ത ഈ ട്രാൻസിഷൻ കർവിനും ഇതേ ടാൻജൻ്റ് ആയിരിക്കും. പിന്നെ റേഡിയസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് റേഡിയസ് വരും. ഇവിടെ എന്താണ്, സർക്കുലർ കർവ്. ഇത് കഴിഞ്ഞിട്ടുള്ള സർക്കുലർ കർവിനാണ് റേഡിയസ് വരിക. അതുകൊണ്ടാണ് റേഡിയസ് ഓഫ് സർക്കുലർ കർവ് എന്നിട്ടത്. ഇത്രയും പോയിന്റ്സ് ഇവിടെ ഓർത്ത് വയ്ക്കുക. ജസ്റ്റ് T പോയിന്റ് ഉണ്ട്. പിന്നെ എൻഡ് ചെയ്യുന്നത് D പോയിന്റ് ആണ്. പിന്നെ നമുക്ക് D1 എന്ന് പറയുന്ന ഒരു
എന്ത് കിട്ടും? ഒരു ടാൻജൻറ്റ്, കോമൺ ടാൻജൻറ്റ് കിട്ടും. പിന്നെ D2 എന്ന് പറയുന്നത് എൻഡ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്നത് ഒറിജിൻ ടാൻജൻറ്റ് എന്നാണ്. നമുക്ക് വേണമെങ്കിൽ B1 ഇതൊക്കെ മാർക്ക് ചെയ്യാം. ഇതൊന്നും കുഴപ്പമില്ല, മാർക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ ഒരു ആംഗിൾ ആൽഫ ഫോം ചെയ്യുന്നുണ്ട്. ഇത് അതിൻ്റെ ടോട്ടൽ ലെങ്ത് ആണ്. ഓക്കെ, ഇത്രയാണ് എലമെൻറ്റ്സ് ഓഫ് ട്രാൻസിഷൻ കർവ്. ഇനി ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ്. ട്രാൻസിഷൻ കർവിൻ്റെ ലെങ്ത് ഫൈൻഡ് ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞതെങ്കിൽ അതിന് നമുക്ക് 3 മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് ആർബിട്രറി ഗ്രേഡിയൻറ്റ് മെത്തേഡ്, ഒന്ന് ടൈം റേറ്റ് മെത്തേഡ്, ഒന്ന് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയൽ ആക്സിലറേഷൻ. ഇത് 3ൻ്റെ ഫോർമുലാസ് മാത്രം ബൈ ഹാർട്ട് പഠിച്ചു വെക്കുക. ഇപ്പം ട്രാൻസിഷൻ കർവ് ഒരു 5 മാർക്സിന് ചോദിക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ ട്രാൻസിഷൻ കർവ്സ് എന്താണെന്ന് എഴുതണം. അതിൻ്റെ ഫങ്ഷൻസ്, റിക്വയർമെൻറ്റ്സ്, അതിൻ്റെ ഫിഗർ, അതിൻ്റെ എലമെൻറ്റ്സ്, അതിൻ്റെ ഫിഗർ വരയ്ക്കുക, അതിൻ്റെ ഓരോ ടേംസ് എന്താണെന്ന് എഴുതുക. പിന്നെ ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് എഴുതുക. അതിൽ 3 മെത്തേഡ്സ് ഉണ്ടെന്ന് എഴുതുക. ഫസ്റ്റ് ആർബിട്രറി ഗ്രേഡിയൻറ്റ് എന്ന് പറയുമ്പം നമ്മൾ ഇഫ് സൂപ്പർ എലിവേഷൻ ഇസ് പ്രൊവൈഡഡ് അറ്റ് എ ആർബിട്രറി റേറ്റ്, ദാറ്റ് ഈസ് ഒരു സൂപ്പർ എലിവേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഫോർമുലയാണ് നിങ്ങൾ എഴുതേണ്ടത്. L = 1.18 NV²/R. അതേപോലെ ടൈം റേറ്റിന് 2 ലെങ്ത് കാണാനുള്ള 2 ഫോർമുലാസ് ഉണ്ട്. ഗ്രേഡിയൻറ്റിന് ഒരു ഫോർമുല, പിന്നെ ടൈം റേറ്റ് കാണാൻ 2 ഫോർമുലാസ് ഉണ്ട്. അതേപോലെ തന്നെ ടൈം ബൈ ചേഞ്ച് ഇൻ റേഡിയൽ ആക്സിലറേഷനും നമുക്ക് 2 ഫോർമുലാസ് ഉണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ടേംസ് ഒക്കെ ലെങ്ത്, L എന്ന് പറയുന്ന ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് ആണ്, E എന്ന് പറയുന്നത് സൂപ്പർ എലിവേഷൻ ആണ്, ക്യാപിറ്റൽ V എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് വെഹിക്കിൾ ആണ്, സ്മോൾ v എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് വെഹിക്കിൾ ഇൻ മീറ്റർ/സെക്കൻഡ് ആണ്. സോ ഇങ്ങനത്തെ ടേംസും അറിഞ്ഞിരിക്കാം. 3 ഫോർമുലാസും എന്തൊക്കെയാണ്? ഒന്ന് ആർബിട്രറി ഗ്രേഡിയൻറ്റിൻ്റെ ഫോർമുല, പിന്നെ ടൈം റേറ്റിന് 2 ഫോർമുലാസ് വരും, പിന്നെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയൽ ആക്സിലറേഷന് 2 ഫോർമുലാസ് വരും. സോ ഇത് ഇത്രയും ഫോർമുലാസ് ബൈ ഹാർട്ടായിട്ട് പഠിച്ചു വയ്ക്കാം. അടുത്തത് ചെറിയൊരു പോർഷനാണ്. എന്താണ്? ട്രാൻസിഷൻ കർവിൻ്റെ ടൈപ്പ്. ജസ്റ്റ് ഈ ഫിഗർ വരയ്ക്കലാണ് ഇതിൻ്റെ മെയിൻ. ഓക്കെ, ട്രാൻസിഷൻ കർവ്സിൻ്റെ ടൈപ്പ് ചോദിക്കുകയാണെങ്കിൽ 3 ടൈപ്പാണുള്ളത്. ഒന്ന് സ്പൈറൽ, ഒന്ന് ലെമിൻസ്കേറ്റ്, ഒന്ന് ക്യൂബിക് പാരബോളിക്. സോ ഈ ഒരു ഫിഗർ വരയ്ക്കുക, ഗ്രാഫ് പോലത്തെ ഈ ഫിഗർ വരയ്ക്കുക. നമുക്ക് OV എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്. ഇവിടെ നമുക്ക് സ്പൈറൽ ആയിട്ട് വരികയാണെങ്കിൽ, സ്പൈറൽ ആയിട്ടാണ് കർവ് വരുന്നതെങ്കിൽ അതാണ് സ്പൈറൽ. അത് ഒരു ഐഡിയൽ ട്രാൻസിഷൻ കർവ് ആയിരിക്കും. ഓക്കെ, ഐഡിയൽ ട്രാൻസിഷൻ കർവ് ആയിരിക്കും. പിന്നെ വരുന്നത് ലെമിൻസ്കേറ്റ് ആണ്. ലെമിൻസ്കേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫുൾ കവേർഡ് ആയിട്ടുള്ള കർവിനാണ് ലെമിൻസ്കേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ലെമിൻസ്കേറ്റ്. പിന്നെ ലാസ്റ്റ് വരുന്നത് എന്ന് പറയുന്നത് നമ്മളുടെ ക്യൂബിക് പാരബോളയാണ്. ഇതാണ് ക്യൂബിക് പാരബോള. ഇതിലെന്താന്ന് വെച്ചാൽ നമ്മൾക്ക് ഓരോന്നിൻ്റെ റേഡിയസ് കൂടിക്കൂടി വരും. റേഡിയസ് കൂടിക്കൂടി വരുന്നതിനനുസരിച്ച് എന്താണ്? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കുറഞ്ഞു കുറഞ്ഞു വരും. അതാണ് ഇതിൻ്റെ ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ്. റേഡിയസ് കൂടുന്നതിനനുസരിച്ച് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കുറഞ്ഞു കുറഞ്ഞു വരും. ഓക്കെ, ഈ 3 ടൈപ്സ് ഓർത്ത് വയ്ക്കുക. ഈ ഒരു ഫിഗർ വരയ്ക്കാം. ഓക്കെ, ഇത്രയാണ് ട്രാൻസിഷൻ കർവിൽ പഠിക്കാനുള്ളത്. അടുത്തത് എന്താണ്? വെർട്ടിക്കൽ കർവ്സ്. വെർട്ടിക്കൽ കർവ്സ് എന്ന് പറയുന്നത് ആർ പ്രൊവൈഡഡ് അറ്റ് ദി ഇന്റർസെക്ഷൻ ഓഫ് 2 ഡിഫറെൻറ്റ് ഗ്രേഡിയൻസ്. എന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടെ റോഡിൽ നമുക്ക് പോകുമ്പം ഒരു കയറ്റും കാണാം, ഒരു ഇറക്കും കാണാം, അല്ലേ? കയറ്റവും ഉണ്ടാവും, ഇറക്കവും ഉണ്ടാവും. സോ ഇപ്പോൾ ഒരു കാറ്, ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ നോക്കിക്കേ, ഇതൊരു കയറ്റാണ്. ചെറിയൊരു കയറ്റത്തുനിന്ന് താഴോട്ടേക്ക് ഇറങ്ങി വരികയാണ്, അല്ലേ? കയറ്റമാണ് കാണുന്നത്. സോ 2 ടൈപ്പാണ് മെയിനായിട്ട് വെർട്ടിക്കൽ കർവ് ഉണ്ടാവുക. ഒന്ന് സബ്മിറ്റ് കർവും, ഒന്ന് വാലി കർവും. സബ്മിറ്റ് കർവ് എന്ന് പറയുന്നത് കോൺവെക്സിറ്റി അപ്വേർഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ അത് നോക്കിക്കേ, ഒരു റാ ഷേപ്പിലാണ് വരുന്നത്. വാലി കർവ് എന്ന് പറയുന്നത് കോൺകേവിറ്റി ആണ് അപ്വേർഡ് ആയിട്ട് വരിക. ദാറ്റ് ഈസ് ഒരു U ഷേപ്പിലാണ് ഉണ്ടാവുക. മറ്റേതൊരു റാ ഷേപ്പിലാണ് ഉണ്ടാവുക. സബ്മിറ്റ് എന്ന് പറയുന്നത്, വാലി എന്ന് പറയുന്നത് കോൺകേവ് ഡയറക്ഷനിലാണ് ഉണ്ടാവുക. മറ്റേത് കോൺവെക്സ് ഡയറക്ഷനിലാണ് ഉണ്ടാവുക. ഓക്കെ, ഇതിൽ നമുക്ക് സബ്മിറ്റ് കർവിൻ്റെ അകത്ത് 3 ടൈപ്സ് വരുന്നുണ്ട്, 3 രീതികൾ വരുന്നുണ്ട്. ഒന്ന് ആൻഡ് അപ്വേർഡ് ഫോളോഡ് ബൈ എ ഡൗൺഗ്രേഡ് ആണ്. ദാറ്റ് ഈസ് അപ്ഗ്രേഡ് ഫോളോഡ് ബൈ എ ഡൗൺഗ്രേഡ് ആണ്. എന്ന് വെച്ചാൽ ഇവിടുന്ന് ഒരു കയറ്റം ഇങ്ങനെ വന്ന് നമ്മൾ ഇറങ്ങുക ചെയ്യുന്നത്. കണ്ടോ, ഒരു പോസിറ്റീവിൽ നിന്ന് നമ്മൾ നെഗറ്റീവിലോട്ട് പോവുക ചെയ്യുന്നത്. അപ്ഗ്രേഡിൽ നിന്ന് എന്തായാ ഡൗൺഗ്രേഡിലേക്ക് പോവാം, ഫസ്റ്റ് വൺ. പിന്നെ അപ്ഗ്രേഡിൽ നിന്ന് അനദർ അപ്ഗ്രേഡിലേക്ക് പോവാം. ഒരു പോസിറ്റീവിൽ നിന്ന് വേറൊരു പോസിറ്റീവിലേക്ക് തന്നെ പോകുന്നു. ഓക്കെ, അടുത്തത് ഡൗൺഗ്രേഡിൽ നിന്ന് വേറൊരു ഡൗൺഗ്രേഡ്. ഇത് ഇറക്കം തന്നെയാണ്, അവിടുന്ന് വീണ്ടും ഒരു ഇറക്കത്തിലോട്ട് തന്നെയാണ് പോകുന്നത്. അങ്ങനെയാണ് 3 സബ്മിറ്റ് കർവ്സിൽ വരുന്നത്, 3 രീതി.
അപ്വേർഡിൽ നിന്ന് ഡൗൺവേർഡ്, പിന്നെ അപ്വേർഡിൽ നിന്ന് അപ്വേർഡ്, പിന്നെ ഡൗൺഗ്രേഡിൽ നിന്ന് ഡൗൺഗ്രേഡ്. അതേപോലെ വാലി ഞാൻ പറഞ്ഞ ഒരു യു ഷേപ്പിൽ, കോൺവെക്സ് പ്രോപ്പർട്ടിയാണ് ഇവിടെ ഉണ്ടാവുക, യു ഷേപ്പിലാണ് ഉണ്ടാവുക. ഇവിടെ നോക്കിക്കേ അതേപോലെ തന്നെ 3 കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന് ഡൗൺഗ്രേഡിൽ നിന്ന് അപ്ഗ്രേഡ്, താഴ്ന്ന് ഒരു ഇറങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ കയറ്റത്തിലോട്ട് പോകുന്നു. അതേപോലെ തന്നെ ഇവിടെ എന്താ, അപ്ഗ്രേഡിൽ നിന്ന് വേറൊരു അപ്ഗ്രേഡ്, ഒരു കയറ്റത്തിൽ നിന്ന് വേറൊരു കയറ്റത്തിലേക്ക് തന്നെ. അതേപോലെ തന്നെ ഡൗൺഗ്രേഡിൽ നിന്ന് വേറൊരു ഡൗൺഗ്രേഡ്, ഇറക്കത്തിൽ നിന്ന് വേറൊരു ഇറക്കത്തിലേക്ക് പോകുന്നു. ഇതാണ് 3 കണ്ടീഷൻസ് പറയുന്നത്. സോ നമുക്ക് ഈ ഒരു വേർട്ടിക്കൽ കർവിൻ്റെ കേസിൽ നമുക്ക് മെയിനായിട്ട് ഫിഗറാണ്. ഫിഗർ എന്തായാലും വരച്ചിട്ട് ഈ 3 കേസ്, സബ്മിറ്റിൻ്റെ 3 ഫിഗർ, വാലിൻ്റെ 3 ഫിഗർ, ഇതിലാണ് മാർക്ക് ഉണ്ടാവുക. സോ മെയിനായിട്ട് റിവേഴ്സ് കർവിലും ട്രാൻസിഷൻ കർവിലും പിന്നെ ഈ വേർട്ടിക്കൽ കർവിൻ്റെ അകത്ത് ഫിഗർ വരച്ച് അതിൻ്റെ ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യുക. ബാക്കി തിയറി പോർഷൻസ് എല്ലാം എഴുതുക, പ്രോബ്ലംസ് ചോദിക്കില്ല. സോ ഇതോടെ നമ്മളുടെ കേർവ്സ് എന്നുള്ള ഈ പോർഷൻ കഴിയും. ഓക്കെ, ഇനി നാളെ അടുത്ത മൊഡ്യൂൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ താങ്ക് യു.